രാഹുലിനെതിരെ കേക്കച്ചൻ ഇപ്പോൾ ഇറങ്ങുവാൻ കാരണം എന്താണ്? ITV ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ 100 ദിവസത്തിന് ശേഷം നാണം കെട്ടിരുന്ന കേക്കച്ചൻ തിടുക്കപ്പെട്ട് രാഹുലിനെതിരെ ഇപ്രകാരം ഒരു തേൻകണി വീണ്ടും ഒരുക്കുവാൻ കാരണം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ രാഹുൽ വിഷയം എടുത്തിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് യഥാർത്ഥത്തിൽ ഉണ്ടായത് കേക്കച്ചനാണ്. ഇയാളുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ അവസരം മുതലെടുത്ത് KC വേണുഗോപാൽ വളരെ ചടുലമായി കരുക്കൾ നീക്കി കേരളത്തിന്റെ ഏതാണ്ട് കടിഞ്ഞാണ് ഇദ്ദേഹം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഈ VD സതീശനെ ഏതാണ്ട് നിർവീര്യമാക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. അതുകൊണ്ട് നാണംകെട്ട ഏതാണ്ട് KC വേണുഗോപാൽ അല്പം പുറകോട്ട് മാറി നിൽക്കുന്ന സമയമായിരുന്നു ഇത്. ഈ അവസരത്തിൽ തന്നെ VD സതീശൻ തന്റെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ ഇപ്രകാരം ഒരു ഉണ്ടയിലാപിടി പൊട്ടിക്കുവാൻ കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, ഈ നാട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കണം, കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം. VD സതീശൻ ഇപ്രകാരം ഒരു നടപടിക്ക് മുതിരുവാൻ കാരണം അയാൾക്കൊരു ഫീല് കിട്ടി. KC വേണുഗോപാൽ ഉടൻ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ എടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം തിരികെ എടുത്തു കഴിഞ്ഞാൽ തന്റെ നിലപാട് എവിടെ പോകും? താൻ വീണ്ടും നാറും, താൻ ഒന്നുമല്ലാതാവും. അപ്രകാരം KC വേണുഗോപാൽ രാഹുലിനെ തിരികെ എടുത്തു കഴിഞ്ഞാൽ രാഹുലിന്റെ കൂറ് KCയോടൊപ്പമാവും. പിന്നീട് KCL പിടിച്ചാൽ കിട്ടത്തില്ല. രാഹുലും ഷാഫിയും KCയും അടങ്ങുന്ന KPCC അധ്യക്ഷനും അടങ്ങുന്ന ആ ടീം കേരളം ഭരിക്കും എന്ന പേടി കൊണ്ടാണ് കേക്കച്ചൻ ഇപ്പോൾ ഈ നാണംകെട്ട പണിയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് 100% സത്യമാണ്. ഞങ്ങളുടെ വ്യക്തമായ അന്വേഷണത്തിന്റെയും ഞങ്ങളുടെ അപഗ്രഥനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു സത്യം ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം, ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ ന്യൂസ് മലയാളം എന്ന തേൻകണി അജിത്ത് ശശീന്ദ്രനെ തേൻകണിയിൽ പെടുത്തുവാൻ ശ്രമിച്ച് അറസ്റ്റിലായ ആ തേൻകണി അജിത്തിന്റെ ചാനലിലൂടെ ഇന്നലെ ഈ അശരീരി വിട്ടതിന്റെ കാരണം ഇതാണ്. KC വേണുഗോപാൽ യാതൊരു കാരണവശാലും രാഹുലിനെ തിരികെ എടുക്കാൻ പാടില്ല. KCയെ അപ്രകാരമുള്ള ഒരു നടപടിക്ക് ഒരുങ്ങിയാൽ പൊതുജന വികാരവും മാധ്യമങ്ങളുമെല്ലാം ഈ പ്രസ്ഥാനത്തിന് എതിരാകുമെന്ന ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അവസരത്തിൽ തന്നെ ഇപ്രകാരം ഒരു കണ്ണന്തിരിവ് ഈ കേക്കച്ചൻ കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. VD സതീശനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇയാളുടെ പല്ല് പറിച്ച് ഇപ്പോൾ എറണാകുളത്ത് മാത്രം ഒതുക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നെങ്കിലും ഇന്ന് ഇദ്ദേഹത്തിന് പാർട്ടിയിൽ കാര്യമായ ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. KC വേണുഗോപാൽ സകലതും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കി. സകല സംഘടനകളുടെയും ചുമതലക്കാർ KCയുടെ അണികളാക്കി. അങ്ങനെ വെട്ടിനിരത്തി വരുമ്പോഴാണ് ബീഹാറിലേറ്റ ആ കടുത്ത പരാജയം. അതിന്റെ ആ ആലസ്യത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെ മാറിയിട്ടില്ല. ആ അവസരം നോക്കി തന്നെ തനിക്കെതിരെ അടുത്ത പണി വരാതിരിക്കുവാൻ, രാഹുലിനെ മൂടോടെ വെട്ടുവാൻ, KCയെ യാതൊരു കാരണവശാലും കേരളത്തിൽ കാലുകുത്തിക്കാതിരിക്കുവാനുള്ള ഈ VD സതീശൻ എന്ന നാണംകെട്ടവന്റെ ഏറ്റവും വലിയ ഒരു നടപടിയായിരുന്നു ഇത്. ഇവന്റെ പരിപാടികളെല്ലാം ഇത്തരത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ പരിപാടികളാണ്. ഒരു വടിക്ക് 4-5 പക്ഷി എന്ന് പറയുന്നത് പോലെ ഇപ്രകാരം KCയെ പ്രതിരോധത്തിലാക്കാം. അതുപോലെ തന്നെ പിണറായി വിജയന് തുടർഭരണം ഒരുക്കുവാനുള്ള ആ ജട്ടികുഴപ്പത്തിന്റെ നായകനാണ് ഇയാളെന്ന് പറഞ്ഞു. പിണറായിക്ക് അത് സന്തോഷിക്കുകയും ചെയ്യും. പുനരധി തട്ടിപ്പ് കേസിൽ ഇയാളെ വെറുതെ വിടും, ഇയാൾക്കെതിരെ നടപടിയൊന്നും എടുക്കത്തില്ല. പിണറായിക്ക് ഈ അവസരത്തിൽ ഇപ്രകാരം ഒരു നടപടി ഇയാൾ സ്വീകരിച്ചാൽ അയാൾക്ക് സന്തോഷമാകും. കാരണം ഇടതു സർക്കാർ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ നാറി നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവർക്കൊരു അറ്റൻഷൻ ഡൈവേർഷൻ അത്യാവശ്യമാണ്. അപ്രകാരം ഒരു സഹായം കേക്കച്ചൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പുനർജനി തട്ടിപ്പ് കേസിൽ ഇയാളെ അകത്തിടത്തില്ല. അതുപോലെ തന്നെ പിണറായിയുടെ ആശീർവാദവും പിണറായിയുടെ അനുഗ്രഹവും അതുപോലെ ഒത്താൽ അടുത്ത പ്രാവശ്യം പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കാനുള്ള അവസരവും ഉണ്ടാവും. അപ്രകാരം ഇപ്പോൾ നടന്നു വരുന്ന അതേ തട്ടിപ്പുകളും കൊള്ളയും ഇവർക്ക് തുടർന്നു വരുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക,
ഈ കേക്കച്ചൻ ഇപ്പോൾ തെടുക്കപ്പെട്ട് മറ്റൊരു തെൻകണിയുമായി വന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. ഒന്നോർത്തു നോക്കുക. ഈ കേരളത്തിൽ 140 MLA-മാരുണ്ട്. അതിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും എത്ര പേർക്ക് MLA-മാരുടെ കൃത്യമായ പേരറിയാൻ പറ്റും? ഇപ്പോഴും നമുക്ക് പോലും മാധ്യമപ്രവർത്തകർക്ക് പോലും അറിയാത്ത എത്രയോ MLA-മാർ ഇതിലേക്കൂടെ നടക്കുന്നു. രാഹുലിനെതിരെ മാത്രമാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവന്മാർ ഈ മാധ്യമങ്ങൾ രാഹുലിന്റെ പുറകെ നടക്കാൻ എന്തുകൊണ്ടാണ് കാരണം? ഇന്ന് രാഷ്ട്രീയ രംഗത്തെ സൂപ്പർ സ്റ്റാറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് ഗിമ്മിക്കുകളൊന്നും കാണിച്ചല്ല ജനകീയനായത്. അയാളെ ആരും ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് കെട്ടിയിറക്കിയതല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കി അടികൊണ്ട് ജയിലിൽ പോയി അദ്ദേഹം എമേർജ് ചെയ്തു വന്ന ഒരു ലീഡറാണ്. ആരും ആരുടെയും ആശീർവാദം കൊണ്ടും ആരുടെയും പെട്ടുചുമന്നും ആരുടെ മുന്നിൽ മുട്ടുകുത്തിയും നിന്ന് കരസ്ഥമാക്കിയ പദവികളല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അതുകൊണ്ട് പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ അവസരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം പാർട്ടി പ്രതിരോധത്തിലാകും. ഇപ്രകാരം ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്ന് അറിയാമെങ്കിൽ കൂടി ഈ നാണംകെട്ടവൻ ചെയ്തത് തനിക്കെതിരെ കേസിയും അദ്ദേഹം വെച്ച KPCC പ്രസിഡന്റും കൂടി രാഹുലിനെ തിരികെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പ്രശ്നം നീട്ടിവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് പിണറായിയുടെ കയ്യിൽ നിന്നും ഈ നാണംകെട്ടവൻ അഡ്വാൻസ് മേടിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, രാഹുലിനെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കപ്പെട്ടാൽ 2 പ്രശ്നങ്ങളാണ് കേക്കച്ചന്. ഒന്ന്, KC വളരെ ശക്തനാകും. ഇപ്രകാരം ഒരു ജനങ്ങൾ നെഞ്ചിലേറ്റിയ രാഹുലിന്റെ തിരിച്ചുവരവ് കാത്തുകൊടുത്തിരിക്കുന്ന ആ ജനങ്ങളെല്ലാം KCയുടെ ഈ പ്രവർത്തനം കൊണ്ട് KCയെ നെഞ്ചിലേറ്റും. KCക്കും അതിന്റെ മതിലേജ് ഉണ്ടാകും. KC കേരളത്തിൽ കൂടുതൽ ശക്തനാകും. അതുകൊണ്ട് അത് യാതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതി തന്നെയാണ് ഇപ്രകാരം ഒരു നാണംകെട്ട പണി ചെയ്തത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ വീണ്ടും ഈ പണി ചെയ്താൽ വിശ്വസിക്കത്തില്ല എന്ന് കരുതിയാണ് അജിത് കുമാർ അജിന്താലയം എന്ന തേൻകണി അജിത്തിന്റെ ആ പുതിയ ഇവന്റെ ബിനാമി ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ആ ചാനലിൽ കൂടി ഈ വിവരം വിട്ടു. ഇന്നലെ റിപ്പോർട്ടർ മിണ്ടാതിരുന്നു. ഇന്ന് രാവിലെ 6 മണിയായപ്പോൾ നിങ്ങൾ നോക്കുക, ഇയാളുടെ വാർത്താ തൊഴിലാളികൾ രാവിലെ, അതായത് ഒരു ട്രെൻഡ് സെറ്റിംഗ് എന്ന് പറയും, ഓരോ ദിവസത്തെയും ഒരു ലീഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത് ആ രാവിലെ തന്നെ ഈ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തിട്ട് അലക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറു ചാനലുകളെല്ലാം അതിന്റെ പിന്നാലെ പായും. അപ്പോൾ വിഷയം മൊത്തം ഈ രാഹുൽ വിഷയം നിറഞ്ഞു നിൽക്കും. ചുരുക്കം പറഞ്ഞാൽ ശബരിമല കൊള്ള വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിയും. അന്നേരം അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ, ഈ കേക്കച്ചൻ ബിനാമി ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന മലയാളം ചാനലും അതുപോലെ മരമുറിക്കൊള്ളക്കാരന്മാരുടെ ചാനലും 24 ചാനലും എല്ലാം രാഹുൽ വിഷയം എടുത്ത് അലക്കി തുടങ്ങി. അന്നേരം ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണംകെട്ടവൻ ഇന്ന് പാലക്കാട് പോകുന്നുണ്ട്. ഇയാൾ പാലക്കാട് എത്തുന്നതിന്റെ തൊട്ട് തലേദിവസം തന്നെ ഈ പണി ഇയാൾ ചെയ്തു വെച്ചിട്ടാണ് പോയതെന്ന് നിങ്ങൾ കരുതണം. പാലക്കാട് എത്തുമ്പോൾ ഇയാൾക്ക് യാതൊരു പ്രസക്തിയും ഉണ്ടാകത്തില്ല, ഒരു പട്ടി പോലും ഇയാളെ തിരിഞ്ഞു നോക്കത്തില്ല എന്നറിയാം. എന്നാൽ ഈ കേക്കച്ചൻ അവിടെ ചെല്ലുന്നതിന്റെ തലേദിവസം തന്നെ രാഹുലിനെതിരെ ഇതുപോലൊരു ആരോപണം ഉന്നയിച്ച് രാഹുലിനെ സംശയദൃഷ്ടിയിലും ഒരു കളങ്കിതനുമാക്കി നിർത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ എല്ലാം ഇയാൾക്കെതിരെ തിരിയും. അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റും. പാർട്ടി പ്രവർത്തകരാകെ ആശയക്കുഴപ്പത്തിലാകും. അങ്ങനെ വരുമ്പോൾ ഈ ഗ്യാപ്പിൽ ഈ കേക്കച്ചൻ വരുമ്പോൾ ഇയാൾ ശ്രദ്ധിക്കപ്പെടും. അതിനുവേണ്ടി ചെയ്ത രണ്ടാമത്തെ ഒരു കണ്ണൻ തിരിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കേക്കച്ചൻ അവിടെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഇവന് നാണക്കേടാവും. അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും. ഇയാൾ ഒന്നുമല്ലാതായി പോകും. അപ്രകാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ തന്നെ ഈ പണിയെത്തിയത്. എന്നിട്ട് അയാൾ ഒരു ഇളിഫിയ ചിരി ചിരിച്ചിട്ട് ഈ കള്ളൻ, ഈ നെട്ടൂരിലെ ഈ നാണംകെട്ടവൻ ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വളരെ മിണ്ടാതെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന്, ഇവന്മാരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ നിർത്തി ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഇവൻ തലയും താത്തി ഒരു ഊള ചിരിയും ചിരിച്ചു പോകുന്നത് പ്രേക്ഷകരാരും മറന്നിരിക്കുവാനിടയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേക്കച്ചന്റെ ഈ നാണംകെട്ട കളി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സത്യം, ഈ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ KC വേണുഗോപാലിനിട്ട് പണി കൊടുക്കുവാൻ വേണ്ടിയാണ്, KC വേണുഗോപാൽ രാഹുലിനെ തിരികെ എടുക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് തിടുക്കപ്പെട്ട് ഇപ്രകാരം ഒരു പണി ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ രാഹുലിനെ
പാലക്കാട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം രാഹുൽ അത്രത്തോളം ജനകീയനായി മാറി. ഒന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു MLA പോസ്റ്റർ ഒട്ടിക്കുവാൻ ബൈക്കിൽ കയറി പോയിട്ടുണ്ടോ? ഇത് ഒരു ഗിമ്മിക്കോ റീൽസോ ഒന്നുമല്ല, റിയൽ വർക്ക് തന്നെയാണ്. തങ്ങളുടെ MLA തങ്ങളോടൊപ്പം ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വരുമ്പോൾ അണികൾ എത്രത്തോളം ആവേശഭരിതരായി മാറും. ഈ ഉടയാത്ത കതറുമായിട്ട് നടക്കുന്ന ഈ നെട്ടൂരിലെ ഈ നാണംകെട്ട കേക്ക് നക്കി എവിടെയെങ്കിലും ഇപ്രകാരം ഒരു കാര്യത്തിന് പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇവന്റെ ആ അഹന്തയും അഹംഭാവവും ഇവന്റെ കള്ളപ്പണം മേടിക്കുന്ന കുറെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് വിടുന്ന വിടുവായുമല്ലാതെ ഇവനാണ് യഥാർത്ഥത്തിൽ റീൽസിന്റെയും PR-ന്റെയും ആശാനെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. രാഹുലിനെ എന്തുകൊണ്ടാണ് പാലക്കാട്ടെ പ്രവർത്തകരും നേതാക്കന്മാരും ജനങ്ങളും നെഞ്ചിലേറ്റുന്നത് എന്ന് കണ്ട ശേഷം നമുക്ക് തിരികെ വരാം. ഇപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾ കാണാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ബാബു എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുവാൻ പോകുന്ന ആ രംഗമൊന്ന് കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. ഇതൊക്കെ കണ്ട് എങ്ങനെ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ കുശുംബൻ അടങ്ങിയിരിക്കും? ആ ദൃശ്യങ്ങളിലേക്ക്.
ഇതുപോലെ ഓരോ ദിവസവും രാഹുൽ പാലക്കാട് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാതിരുന്നു വന്നപ്പോൾ രാഹുൽ ശക്തമായി ഇടപെട്ട് വരണാധികാരിയെ കൊണ്ട് ആ നാമനിർദ്ദേശ പത്രിക സ്വീകരിപ്പിക്കുന്നത് നാം എല്ലാം കണ്ടതാണ്. അതുപോലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാൻ പോകുന്നതിന് മുമ്പ് രാഹുലിനോടൊപ്പം നിന്ന് രാഹുൽ മുദ്രാവാക്യം വിളിച്ച് അവരെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാലക്കാട്ട് വളരെ ശക്തമായ ഒരു വികാരം, കോൺഗ്രസ് വളരെ ശക്തമായ ഒരു വിജയം അവിടെ നേടും. BJPക്ക് ഏതാണ്ട് 50ഓളം സ്ഥലങ്ങളിൽ നിൽക്കുവാൻ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇടതുപക്ഷ സംഘടനകളെല്ലാം വളരെയേറെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഈ സമയത്താണ് ഈ നാണം കെട്ടവൻ, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇപ്രകാരം ഒരു വോയിസ് ക്ലിപ്പ് ഇറക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെയേറെ ആശയക്കുഴപ്പങ്ങളാണ്. പല സ്ഥലങ്ങളിലും പത്രിക തള്ളിപ്പോകുന്നു. ഈ കേക്കച്ചന്റെ സ്വന്തം തട്ടകമായ പ്ലേസിൽ പോലും വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാട് രാഹുലിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ നാണം കെട്ടവൻ ഈ പണി ചെയ്തെന്ന് ഓർക്കുക. എന്നിട്ട് രാഹുലിനെ ഒതുക്കി നിർത്തി, രാഹുലിനെ സംശയനിഴലിലാക്കി, രാഹുലിനെ ആക്രമിക്കുവാൻ മറ്റ് പാർട്ടികളെ ഏർപ്പാട് ചെയ്ത ശേഷം ഇന്ന് ഈ നാണം കെട്ട കേക്കച്ചൻ അവിടെ പോയിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? പാലക്കാട്ടെ വിജയത്തിന്റെ ശില്പി ഞാനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ്. രാഹുൽ പാർട്ടിയെ ഈ സമയത്ത് കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ആളാണ്, പ്രതിസന്ധിയിലാക്കിയ ആളാണ് എന്ന് വരുത്തി തീർക്കുകയും താൻ ആ സമയത്ത് ഇടപെട്ട് കൊണ്ടാണ് പാലക്കാട്ട് നേട്ടമുണ്ടായതെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയാണ് ഈ നാണം കെട്ട ഈ ഒതുക്കീസൻ അവിടെ പോയതെന്ന് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുഴിപ്പുളവനെ പാലക്കാട്ടെ ജനങ്ങൾ ചെരുപ്പെടുത്തെറിഞ്ഞ് ഓടിക്കണം. കാരണം രാഹുലിനെ പോലെയുള്ള നേതാവിനെ നശിപ്പിച്ചിട്ട് അവിടെ വന്ന് ആളാകാൻ വന്നിരിക്കുകയാണ്. ഇവനെ ഏൽപ്പിച്ചിരിക്കുന്ന എറണാകുളത്ത് പ്രശ്നങ്ങളാകെ കലങ്ങി മറിഞ്ഞ് കുളമായി കിടക്കുമ്പോഴാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഈ നാണംകെട്ട VD സതീശൻ എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രാഹുൽ മാങ്കുട്ടത്തോട് ഇദ്ദേഹം നടത്തുന്ന ഭവന സന്ദർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാഹുൽ നൽകിയ ആ മറുപടി കേൾക്കുക. ഇത്തവണ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകാൻ പോവുകയാണ്. നഗരസഭ ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും, ഒരു തർക്കവുമില്ല. കാരണം നഗരസഭയിൽ കുറേ കാലമായിട്ടുള്ള 10 വർഷമായിട്ടുള്ള BJP ഭരണത്തിൽ ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ട്രെൻഡ് കാണിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ VK ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ നഗരസഭയിൽ ഒപ്പത്തിനോടൊപ്പം എത്തി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി. ആ ഭൂരിപക്ഷം ഒന്നും വ്യക്തിപരമല്ല, അത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഭരണസമിതി, അതുപോലെ തന്നെ അഴിമതിയിൽ ആകെ കുളിച്ചു നിൽക്കുന്ന ഭരണസമിതി. എടുത്തു പറയാനൊരു പദ്ധതിയുണ്ടോ? അപ്പോൾ ആ ഭരണസമിതിക്കെതിരായിട്ടുള്ള കൃത്യമായ വിധിയെഴുത്ത് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകും. ചരിത്രത്തിൽ 2ാം വട്ടം, മുൻപ് കണ്ണാടിയുടെ ചരിത്രത്തിലാകെ ഒരു തവണയാണ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇത്തവണ കണ്ണാടിയും തിരിച്ചു പിടിക്കും. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്ത് നഗരസഭയും നമ്മൾ തിരിച്ചു പിടിക്കും. തെരഞ്ഞെടുപ്പിൽ ചില സമയങ്ങളിലൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അത് ഏതെങ്കിലും ക്യാമ്പയിൻ്റെ പോരായ്മ കൊണ്ടല്ല. ഇത് 10 വർഷം അടുപ്പിച്ചാകുമ്പോഴത്തേക്കിന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. 5 വർഷമായപ്പോൾ ജനങ്ങൾ പിന്നെയും വിചാരിച്ചു ഒരു അവസരം കൂടെ കൊടുത്താൽ ചിലപ്പോൾ നന്നായാലോ. നന്നായില്ല. അവരുടെ ഭരണം പിന്നെയും മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറപ്പായും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. ഞാൻ ജീവിതത്തിലാകെ സ്വന്തമായിട്ട് ഒരിക്കലും വോട്ട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി കൊച്ചുനാൾ മുതൽ വോട്ടില്ലാത്ത പ്രായം തൊട്ട് എനിക്ക് വോട്ടില്ലാത്ത പ്രായം തൊട്ട് വോട്ട് ചോദിച്ചത് മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അടിസ്ഥാനപരമായ ഒരു പാർട്ടിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതാണ് കൂടുതൽ സന്തോഷമുള്ള കാര്യം. സ്വന്തമായി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണല്ലോ, അതിൻ്റെ ഒരു പ്രഷറൊക്കെ ഉണ്ട്. ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. പിന്നെ നമ്മളെ ജയിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യം. അത് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല, പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല. മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല. പാലക്കാടൻ ജനതയ്ക്ക് നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള നല്ല ക്ലാരിറ്റിയുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് ഓരോന്നിൻ്റെയും എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നല്ല ബോധ്യമുള്ള മനുഷ്യന്മാരായതുകൊണ്ടും പിന്നെ അതുപോലെ നിസ്സീമമായ സ്നേഹം തരുന്ന ആളുകളാണ്. ഏറ്റവും ആർദ്രമായ മനസ്സിൻ്റെ ഉടമകളാണ് അവർ. ശ്രീ ഷാഫി പറമ്പിലിന് ആ സ്നേഹം കൊടുത്തു, VK ശ്രീകണ്ഠന് കൊടുത്തു, എനിക്കും തരുന്നു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമാണ്. ഈ നാടിൻ്റെ ജനപ്രതിനിധിയാകാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പഞ്ചായത്ത്
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ പോലെയുള്ള പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. പരമാവധി വീട് കയറുന്നതിലാണ് ഫോക്കസ്. ആ വീട് കയറി പരമാവധി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കണ്ട് തന്നെ പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ. ഇപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. വാർഡിൽ അശ്വതി അടക്കമുള്ള ധാരാളം പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിലാകെ നിങ്ങൾ നോക്കൂ. കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറവ് പ്രശ്നങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. കാരണം എല്ലാ പാർട്ടിയിലും ഉണ്ടാകും. ഏറ്റവും കുറവ് പ്രശ്നം UDFിനകത്താണ്. UDFിൻ്റെ പൊന്നുകെട്ട ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു. ഒരു മുനിസിപ്പാലിറ്റി കൊടുത്തപ്പോൾ ആ മുനിസിപ്പാലിറ്റി അഴിമതിയുടെ സാധ്യതയാക്കി മാറ്റാൻ ശ്രമിച്ച ആളുകൾ പ്രവർത്തിക്കുന്നു. അവിടത്തേക്ക് തർക്കങ്ങൾ നോക്കൂ. ഇപ്പോൾ BJP മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ BJPയുടെ ചെയർപേഴ്സൺ പറയുകയാണ്, 5 വർഷക്കാലം നിയന്ത്രിച്ച ആൾ പറയുകയാണ്, എൻ്റെ വാർഡിൽ സ്ഥാനാർത്ഥി നിർത്തിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. വൈസ് ചെയർമാൻ അദ്ദേഹം ഞാൻ പാലക്കാട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാത്രം ഒപ്പിട്ടൊരു കത്ത് കൊടുത്തു. അദ്ദേഹം സ്വന്തം വാർഡിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് 300-ലധികം BJP പ്രവർത്തകർ കത്ത് കൊടുക്കുകയാണ് ഈ വാർഡിലോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം താരതമ്യപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിൽ ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ആണുള്ളത്. സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപിടി ആളുകൾ, ഇപ്പോൾ അജാസ് കുഴൽമന്ദവും നിഖിലുമൊക്കെ കൊണ്ട തല്ല് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ കൊണ്ട തല്ലൊന്നും പാഴായി പോകില്ല. ഞങ്ങൾ ജയിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടത് രാഹുലിൻ്റെ പ്രതികരണമാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാപ്രകൾ ഷാഫിയെ കണ്ടപ്പോൾ ചോദിച്ചത് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മാപ്രകളുടെ ആ ചോദ്യത്തിന് ഷാഫി നൽകിയ പ്രതികരണം കാണുക. ഇപ്പോൾ കാണുന്ന പ്രവണതകൾ അവർക്ക് നേരത്തെ ഇല്ലാതിരുന്ന അവിടെ കൂടി വരുന്നു, ഇവിടെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരമാവധി സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിൽ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരമാവധി സ്ഥാനാർത്ഥികളെ അതൊരു ഈവൻ 95% എബവ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ താഴെത്തട്ടിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ്. വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച സ്ഥാനാർത്ഥിയും ചില തർക്കമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ DCC നേതൃത്വം പോലും ഇടപെട്ടിട്ടുള്ളൂ. KPCC ഇൻവോൾവ് ചെയ്തിട്ട് അപൂർവമായിട്ടുള്ള സിറ്റുവേഷനിലാണ് KPCC ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് ആണ് കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷനിലേക്ക് ഏറ്റവും കോൺഫിഡൻസോടെ പോകുന്ന പാർട്ടി കോൺഗ്രസ് ആണ്, മുന്നണി UDF ആണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളും ഒപ്പം തന്നെ ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം തുടർച്ചയായി ഇപ്പം ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, അതിനു വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ സമ്മതിക്കുമോ? ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പം ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. പത്മകുമാർ എന്ന് പറയുന്ന DYFAയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 26ാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, 36ാമത്തെ വയസ്സിൽ കൂന്നി MLA ആയിട്ടുള്ള ആൾ, ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ആ പദവിയിൽ നിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്തിട്ട് എന്തെങ്കിലും വാർത്തകളുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇനി ഇത് പറയണ്ടേ? ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ്. അപ്പോൾ അത്തരം വലിയ അഴിമതി, ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് കുറ്റക്കാരായ ആളുകളെ ഇപ്പോഴും അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. മറ്റെല്ലാ കേസിനേക്കാളും കോൺഗ്രസ് ഈ കാര്യത്തിലും സംഘടനാപരമായിട്ട് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് പറയാനുണ്ടെങ്കിൽ പാലത്തായി കേസിലെ KK ശൈലജക്കെതിരെ കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു. അതിലെന്താണ് കോൺഗ്രസ് പറയുന്നത്? അല്ല, ഇത് പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കോടതിയുടെ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. ആ കുട്ടിയും രക്ഷിതാക്കളും അവിടെ ചെന്ന് അന്നത്തെ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇറ്റ് വാസ് ബാഡ്ലി ഇഗ്നോർഡ്. പക്ഷെ അവൻ അന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല. കോടതി ഉത്തരവിൽ അതുൾപ്പെടെ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു നിയമ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ, പിന്നെ മന്ത്രി പദവിയിലിരിക്കുമ്പോൾ ഉൾപ്പെടെ അങ്ങനത്തെ അവർ വന്ന പരാതികൾ, അതൊക്കെ ഈ അധികാരം കയ്യിലുള്ളപ്പോൾ പോലും പിന്നെ വല്ലാതെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് കോടതി വിധിയിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതി തീർച്ചയായിട്ടും ഗൗരവതരമാണ്. താങ്ക് യു. ഷാഫി അവിടെയും ഇവിടെയും എങ്ങും തൊടാതെ ഒരു പ്രതികരണം നടത്തി പോവുകയുണ്ടായി. പക്ഷേ ഷാഫിയുടെയൊക്കെ ഭാഗത്തു നിന്നും ഈ അവസരത്തിൽ കുറച്ചുകൂടി ശക്തമായ ഇടപെടലുകളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
കാരണം ഷാഫിയൊന്നും ഒരുത്തനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഷാഫിക്കറിയാം രാഹുൽ ആരാണെന്ന്. പക്ഷേ ഈ സമയം നിങ്ങളെപ്പോലെയുള്ളവരാണ് ശക്തമായി പ്രതികരിക്കേണ്ടുന്നത്. പക്ഷേ ഷാഫി എന്തുകൊണ്ടോ കാര്യങ്ങൾ തെളിച്ചു പറയുവാൻ മടിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അവിടെയും ഇവിടെയും തൊടാതെയുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഷാഫിയെങ്കിലും പറയണം, എന്തിനാണ് രാഹുലിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്? പരാതിക്കാർ ഈ 100 ദിവസവും അശരീരിയുമായി ഒളിച്ചിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് എന്ന് ചോദിക്കുവാനുള്ള നട്ടല് ഷാഫിക്കുണ്ടാകണം. ഷാഫിക്കും രാഹുലിനെ പോലെ ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നവരാണ്. അതുകൊണ്ട് ഇത്തരം കപടതകൾക്കെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ടുന്ന സമയത്ത് മൗനം പാലിക്കരുത്. അതുപോലെ പാർട്ടിക്കെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നിർനിമേഷനായി നോക്കി നിൽക്കരുത്. കാരണം ഇപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ടുന്ന സമയമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുലിനെതിരെ ഇപ്പോൾ ഇപ്രകാരം ഒരു അശരീരി ശബ്ദരേഖയുമായി ഈ കേക്കച്ചൻ ഇറങ്ങുവാൻ കാരണം KC വേണുഗോപാലും KPCC പ്രസിഡന്റും അടങ്ങുന്നവർ രാഹുലിനെ തിരികെ എടുക്കുവാനുള്ള ആ ഒരു ശ്രമം ഉണ്ട് എന്ന് അറിഞ്ഞ് അതിന് തടയിടുവാൻ വേണ്ടിയാണ്. അപ്രകാരം നടന്നാൽ രാഹുലിനെതിരെ ഇനിയും ഇതുപോലുള്ള അശരീരികൾ വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഈ നാണം കെട്ടവനിരിക്കുന്നത്. ഇവർ ഇത്തരത്തിലുള്ള ചില ശബ്ദരേഖകൾ വെച്ചുകൊണ്ട്, ഇത് പല ശബ്ദരേഖകളുണ്ട്, പലരും വരും എന്നൊക്കെ പേടിപ്പിച്ചാണ് കൊണ്ടുപോയത്. നിങ്ങൾ നോക്കുക, 100 ദിവസമായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല, പരാതിക്കാർ വന്നിട്ടില്ല. ഇന്ന് രാവിലെ പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ആ നാണംകെട്ട ആ ചാനലിൽ രാവിലെ തൊട്ട് നിന്ന് യൂട്യൂബർമാർ പറയുകയാണ്, രാഹുലിനെതിരെ പരാതിക്കാരി നാളെ രംഗത്ത് വരും, മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുക്കും, അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള വാർത്തകൾ ഇവന്മാർ പടച്ചുവിടുകയാണ് രാവിലെ. ഇപ്രകാരം അത് കേട്ട് കഴിയുമ്പോൾ പല മറ്റു മാധ്യമങ്ങളും ഇത് സത്യമാണെന്ന് കരുതി ഇത് ഏറ്റുപിടിക്കും. അപ്രകാരം ഈ വിഷയം ഇന്ന് വാർത്തയായി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ശബരിമല കൊള്ളയിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ രാഹുലിനെതിരെ ഇപ്രകാരം കൂടുതൽ വാർത്തകൾ വരുംതോറും രാഹുലിനെതിരെ ഇപ്രകാരം രാഹുലിനെ തിരികെ എടുക്കുവാനുള്ള ആ നടപടികൾ ഫ്രീസ് ചെയ്യേണ്ടി വരും. ഇപ്രകാരം ആരോപണങ്ങൾ വരുമ്പോൾ വീണ്ടും രാഹുലിനെ തിരികെ എടുക്കുവാനുള്ള ശ്രമം ഉണ്ടായാൽ അത് പാർട്ടിയെ ദോഷമായി ബാധിക്കുമെന്ന് ഈ കേക്കച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലാകുന്നതിന് വേണ്ടിയാണ് ഈ മുട്ടിൽ മരമുറിക്കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെയുമാർ ഈ പച്ചക്കള്ളം പിടിച്ചു പറഞ്ഞത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൊണ്ടുപോയത് ഒരു വ്യവസായിയാണ്, അവരാണ് ഇവരാണ്, ഇന്ന മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മുട്ടിൽ മരമുറിക്കൊള്ളക്കാരന്മാരുടെ മാധ്യമവേശികൾ നിന്ന് പറഞ്ഞു. എന്തായി? ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടവർ പരാതി കൊടുക്കുന്നില്ല? ഇതെല്ലാം ഈ നാണം കെട്ട കേക്കച്ചന്റെ കളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അവസരത്തിൽ KC വേണുഗോപാലിനെ പ്രതിരോധത്തിലാക്കുവാൻ, രാഹുലിനെ തിരികെ എടുക്കാതിരിക്കുവാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഈ 140 MLA-മാരുള്ളതിൽ ഈ രാഹുൽ രാവിലെ ഉണരുന്നതും കാത്ത്, രാഹുൽ എന്താണ് സംസാരിക്കുന്നത് കാത്ത്, രാഹുൽ അങ്ങോട്ട് പോകുന്നത് കാത്ത് ഈ മാപ്രകൾ നിൽക്കുവാൻ കാരണം ആ ശക്തനായ നേതാവിനെ പേടിക്കുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ രാഹുൽ മാങ്കുട്ടത്തെ ഒരു നികൃഷ്ടനായി ചിത്രീകരിച്ച് മാറ്റി നിർത്തുവാൻ അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ എത്രയും വേഗം പാർട്ടിയിലേക്ക് തിരികെ എടുത്ത് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും നാശത്തിലേക്കാണ് പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.